അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജൽ ഹുസ്ന ഇദാ ശഅത സഹല. റബ്ബി സിദ്നാ ഇൽമ. ബിസ്മില്ലാഹ്. അപ്പൊ നമ്മള് 13-ാമത്തെ ആയത്തില് മുനാഫികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. മുനാഫികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു വരികയാണ്. എപ്പോഴും നമ്മൾ ഏകദേശം 9-ാമത്തെ ആയത്ത് മുതൽ മുനാഫികളുടെ ലക്ഷണങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിലെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും ശരിക്കും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ ഇതിൽ ഞാൻ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇനി തിരുത്താനുണ്ടോ എന്നാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ എന്താവണമെന്ന് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. മുത്തക്കീങ്ങളാവണമെന്ന് പറഞ്ഞു അല്ലെ. മുത്തക്കീങ്ങളായിരിക്കണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു തന്നു. ആയാൽ എന്താ അതുകൊണ്ടുള്ള ഗുണം എന്നും പറഞ്ഞു തന്നു. മുഫ്ലിഹൂനാണെന്ന് പറഞ്ഞു അല്ലെ, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് എന്താ ആവൃത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. അങ്ങനെ പറയുമ്പോൾ ആരോ അങ്ങനെ ആവൃത്തി എന്ന് ചിന്തിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആവരുത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെയുള്ള ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്നാണ് എപ്പോഴും നാം ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. ഇതിപ്പോ അവർക്ക് കേൾക്കേണ്ടതെന്നല്ല, അവർ മനസ്സിലാക്കേണ്ടതാണ്. അവർക്കാണ് ഈ ആയത്ത് ശരിക്കും പ്രയോജനപ്പെടുക എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ ആയത്തുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കാണ് എത്തി നോക്കേണ്ടത്. ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ, ഞാൻ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തിരുത്തേണ്ടതുണ്ടോ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. ആയത്ത് 13 പറയുന്നത്, അവർ വിശ്വസിച്ചപോലെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ വിഡ്ഢികൾ വിശ്വസിച്ചപോലെ ഞങ്ങൾ വിശ്വസിക്കൂ എന്നായിരിക്കും അവർ മറുപടി പറയുക. ആരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വിശ്വസിച്ചപോലെ വിശ്വസിക്കാൻ പറഞ്ഞപ്പോഴാണ് അവർ അങ്ങനെ പറഞ്ഞത് അല്ലെ. എന്നാൽ അള്ളാഹു പറയുകയാണ് അവർ തന്നെയാണ് വിഡ്ഢികൾ. ആര്? മുനാഫിക്കുകൾ, അതായത് കപട വിശ്വാസികള്. ആരെയാണ് പറയുന്നത്? മുനാഫിക്കുകളെ. മാത്രമല്ല അത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ വിഡ്ഢികളാണെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലാകുന്നില്ല? മുനാഫികൾക്ക് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മുനാഫിക്കിന്റെയും നിഫാക്കിന്റെയും വിത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കപട വിശ്വാസത്തിന്റെ ഒരു ലക്ഷണം നമുക്ക് ക്ഷണവും ഹയറിലേക്കുള്ള ഒരു ക്ഷണവും നമുക്ക് പ്രയോജനപ്പെടൂല. നമ്മുടെ ഉള്ളിൽ ശരിക്കും ശരിയായ സത്യവിശ്വാസി ആവണം. ആദ്യം പറഞ്ഞ ആ മുത്തക്കിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നാം എത്തണം എന്നുള്ള നിയത്ത് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ മതി എന്നാ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മൾ ഏറ്റവും ആദ്യം തെക്കുവയുടെ ഡെഫിഷനിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുവോ അതൊക്കെ ചെയ്യുകയും എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞുവോ അതൊക്കെ ചെയ്യാതിരിക്കണം എന്ത് തെക്കുവ എന്ന് പറയുന്നത് അല്ലെ. അള്ളാഹു നിഷേധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കലും. നമ്മൾ വിചാരിച്ചു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, മറ്റു ഹജ്ജ് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയെ പെർഫെക്റ്റ് ആണ്, നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി ഒരുപാട് നമ്മൾ മനുഷ്യരോട് ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട് അല്ലെ, സമൂഹത്തോട്, സഹജീവികളോട്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിലേക്കൊക്കെ എത്തണം നിർബന്ധമില്ലാത്തത് എവിടെയൊക്കെ എനിക്ക് കുറച്ചൊക്കെ മതി. ഹിജാബ് ധരിക്കണ കാര്യത്തിലും മറ്റു വിഷയങ്ങളൊക്കെ തന്നെ അല്ലെ, നമ്മൾ ചിലതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? ശരിക്കും കാപട്യം നിറഞ്ഞവര് അഥവാ കപട വിശ്വാസികൾ എന്ന് പറയുന്നത്. വേണ്ടത് എടുത്ത് വേണ്ടാത്തത് ഒഴിവാക്കുന്നത് പോലെ അങ്ങനെയുള്ള കാപട്യമുള്ളവരെ നന്മയിലേക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? അവരാ ക്ഷണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ലക്ഷണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കപട വിശ്വാസത്തെ കൊടുത്ത് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ, സത്യവിശ്വാസികൾ വിഡ്ഢികളാണെന്ന് കപടവിശ്വാസികൾ കരുതുന്നു. കാരണം അവരോട് നബിയും സഹാബികളും വിശ്വസിച്ചപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിഡ്ഢികൾ വിശ്വസിച്ചപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരൊക്കെയാണ് വിഡ്ഢികൾ എന്ന് കപടവിശ്വാസികൾ പറയുന്നത്. കപടവിശ്വാസികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പലിശ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഹറാമാണ്, അല്ലെങ്കിൽ നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചയക്കുന്നത്, അല്ലെങ്കിൽ ഹിജാബ് മുഖം മറക്കണം എന്നൊക്കെ പറഞ്ഞാല് വിഡ്ഢിത്തം, അല്ലാണ്ട് അവർക്ക് ഭ്രാന്താണ് എന്നൊക്കെ ആയിരിക്കും ശരിക്കും അവർ മറുപടി പറയുക. ഒരു കാലത്ത് നമ്മളും ഇതിലൊക്കെ പെട്ടിരുന്നോ എന്ന് നമ്മളിലേക്ക് തന്നെ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ കുറിച്ചല്ല ഒരു കാര്യം പറയുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക, മറ്റുള്ളവരിലേക്ക് നോക്കരുത് എന്നുള്ളത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസി വിഡ്ഢിയാണെന്ന് ആര് വിചാരിക്കുന്നു? ഒരു കപടവിശ്വാസി കരുതുന്നു.
മൂന്നാമത്തെ ലെസൺ എന്താണ്? മുനാഫിക് തന്നെ കുറിച്ച് വളരെ ഉയർന്നായിട്ട് ചിന്തിക്കുക. ഞാൻ അത്യാവശ്യം പെർഫെക്റ്റ് ആണ്, ഞാൻ എല്ലാ കാര്യങ്ങളും അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്, സതക്ക കൊടുക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോ നമ്മൾ മറ്റൊരു അപവാദങ്ങൾ പറയുന്നുണ്ടാവും, ഭയങ്കര ഷിർക്കാണല്ലേ, ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ് അപവാദം പറയുന്നത് അല്ലെ. നമ്മൾ അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചില്ല ഞാൻ അത്യാവശ്യം തെക്കുവാക്കിയുള്ള ആൾക്കാരാണ് ജീവിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ മാറാൻ ശ്രമിക്കണം. ശരിക്കും നമ്മൾ എന്തെന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്താ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഇട്ട് നോക്കണം. ഇതിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് അല്ലെ, ഇതിൽ സംശയമേ ഇല്ല. എന്താ ഈ ബുക്ക് ആർക്കുള്ളതാണ്, ഈ കിതാബ് ആർക്കുള്ളതാണ്? മുത്തക്കിങ്ങൾക്ക് ഹിദായത്താണ്. ഖുർആൻ എന്ന കിതാബ് അല്ലെ. അപ്പൊ നമുക്കത് വേണമെങ്കിൽ അത് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കി തിരുത്തി എടുക്കേണ്ടത് എടുത്ത് മുന്നോട്ട് പോകണം അല്ലെ. അതിന് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇനി മുഅ്മിൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു എളിമയുള്ളവനും മുനാഫിക്ക് അഹങ്കാരിയുമായിരിക്കും. ഇപ്പൊ പറഞ്ഞതുപോലെ ഇനിയും ഞാൻ എന്തൊക്കെയാ ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ എന്നിലും ഇനിയും മാറ്റം വരുത്താനുണ്ട്, ഇനിയും ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് എന്നുള്ള ഒരു എളിമ അവന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും, അവരുടെ മുത്തക്കിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പക്ഷെ മുനാഫിക്കിന്റെ വിചാരം അങ്ങനെ ആയിരിക്കും? അല്ല, ഞാൻ എവിടേക്ക് എത്തിയിട്ടുണ്ട്, എനിക്ക് ഇനി തിരുത്താനില്ല, ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ആയിരിക്കും ആര് വിചാരിക്കുക? മുനാഫിക്ക് വിചാരിക്കുക. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? വിഡ്ഢികളാണ്. ഇതായിരിക്കും ആര്? മുനാഫിക്കിന്റെ കരുതല്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേറെ ആൾ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. എനിക്ക് കുഴപ്പമുണ്ടോ, ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടോ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം, അല്ലാഹു സുബ്ഹാനഹുവ തേടിക്കൊണ്ടേയിരിക്കണം അല്ലെ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. റബ്ബ് സുബ്ഹാനഹു നമ്മൾ എല്ലാവരും അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരുപാട് കുറവുകളും പോരായ്മകളും ഉണ്ടായിട്ട് തന്നെയാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനാണ് നമുക്ക് അതൊക്കെ തിരുത്തി മനസ്സിലാക്കി മറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അതൊക്കെ തിരുത്തി അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിരുത്താൻ തന്നെ ഉള്ളൂ ജീവിതത്തിൽ. അതെല്ലാം നമുക്ക് എന്താ പറയുക, നമ്മൾ തെറ്റാണ്, നമ്മൾ മിസ്റ്റേക്കിലാണ് നമുക്ക് ആദ്യം മനസ്സിലാണെങ്കിലുള്ള നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ അല്ലെ. റബ്ബ് സുബ്ഹാനഹു അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അങ്ങനെ ഒരു ഹിദായത്ത് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു ക്ലാസ്സുകളും മറ്റും നമ്മളൊക്കെ അള്ളാഹു എത്തിച്ചു തന്നിട്ടുള്ളത് അല്ലെ. കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം റബ്ബ് സുബ്ഹാനഹു തൗഫീക്ക് നൽകട്ടെ. ഇത് അഞ്ചാമത്തെ ലെസൺ പറയുന്നത് സത്യവിശ്വാസികളെ ആളുകൾ സുഫഹ എന്ന് വിളിക്കുന്ന പുതിയൊരു കാര്യമൊന്നുമല്ല. കാരണം അത് പണ്ട് മുതലേ സത്യവിശ്വാസികളെ ആളുകൾ വിഡ്ഢികളെന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഇന്നും അതെന്താണ്? തുടർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹുവിന്റെ വിധികൾക്ക് അനുസരിക്കുന്നവരെ ഈമാൻ ഉറച്ചവരെയാണ് ആരെ മുനാഫികളെ വിഡ്ഢികളെന്ന് വിളിക്കുന്നത്. അത് അന്ന് പണ്ടേ മുതലുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിച്ചിരിക്കുന്ന കാലത്തേ ഉള്ള സംഭവങ്ങളാണ് അല്ലെ. പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രവാചകന്മാരും സഹാബികളും പോലെ വിശ്വസിക്കാത്തവർ യഥാർത്ഥത്തിൽ എന്താണ്? വിഡ്ഢികളാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അതൊരു ഈമാനൊക്കെ ഉണ്ട്, നമ്മൾ അത്യാവശ്യം വിശ്വസിക്കുന്നവരാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണെന്ന്. പക്ഷെ ഈ ആയത്തിൽ പറഞ്ഞത് പ്രവാചകന്മാരും സഹാബികളും പോലെ വിശ്വസിക്കാത്തവർ യഥാർത്ഥത്തിൽ എന്താണ്? വിഡ്ഢികളാണ്. അപ്പൊ നമ്മളൊക്കെ ഇനിയും ഒരുപാട് അവിടേക്ക് ഓടിയെത്താനുണ്ട്. സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും പോലെയുള്ള ഈമാൻ നമ്മുടെ ഉള്ളിലുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്? നമ്മളെന്ത് ചെറിയ പ്രയാസം വരുമ്പോഴൊക്കെ അള്ളാഹനെ മറക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എപ്പൊ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ അവരെ ഈമാൻ നേടിയെടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് ഒരുപാട് കടുത്ത പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമ്മളൊന്നും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു പോയിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊന്നും അവരെ പോലെ തരണം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അടിയുറച്ച ഈമാൻ അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി എന്തൊക്കെ ഇൽമ് തേടണം അതൊക്കെ നമ്മൾ നേടിയെടുക്കണം. എന്തൊക്കെ തിരുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതൊക്കെ നമ്മൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. എന്താണ് നിഫാഖ്, എന്താണ് കുഫർ, അല്ലെങ്കിൽ എന്തൊക്കെ മനസ്സിലാക്കി അത് തിരുത്താൻ എളുപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് 14-ാമത്തെ ആയത്തിലേക്ക് പോകാം. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുകൾ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു.
ഇനി കൂട്ടാളികളായ പിശാചുക്കൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അതിന്റെ മീനിങ്സിലേക്ക് പോവാം. ഈ ഇതിന്റെ കൂട്ടാളികളായ പിശാചുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ജീവിയൊന്നും അല്ല അല്ലെ. അത് അല്ലെങ്കിൽ ജിന്നുബാധയുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. സാധാരണ ഒരു മനുഷ്യനാണ് ഈ പിശാച്. പക്ഷെ എന്താണ് അവന്റെ പ്രത്യേകത? അവൻ നിഷേധിയായിരിക്കും. സൂറത്തുൽ നാസിൽ പറയുന്നുണ്ടല്ലേ, മനുഷ്യരിലും ജിന്നിലും പെട്ടവൻ അല്ലെ. അപ്പോ മനുഷ്യരിലും ഉണ്ടെന്ന് പിശാചുക്കളുണ്ട്. അതായത് അള്ളാഹുവിന്റെ അവനെന്തായാലും ഒരു നിഷേധിയായിരിക്കും. അനുസരണ ഇല്ലാത്തവനായിരിക്കും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളെ അനുസരിക്കാത്ത മനുഷ്യരെ പിന്നെ അനുസരിക്കാതെ പലിശയുടെ കാര്യവും മറ്റുമൊക്കെ അവരോട് പറയുമ്പോൾ അവരൊക്കെ അതിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ഒരു വിഡ്ഢിത്തമാണെന്ന് പറയുന്ന മനുഷ്യരെയാണ് എന്താണ് ഈ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ എന്ന് പറയുന്നത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അറിഞ്ഞിട്ടും അതിനെയൊക്കെ ഓപ്പണായി നിഷേധിക്കുന്നവരെയാണ് മനുഷ്യരുടെ പിശാചുക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിനെതിരെ ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെടുന്നവരെ, അത് ചില കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ പാടില്ല, അത് നമുക്ക് ഹറാമാണ് എന്ന് അറിഞ്ഞിട്ടും നിഷേധിക്കും. കാരണം നമ്മുടെ നഫ്സിനെ ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് നമ്മളെ നഫ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോ ചില കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ ശ്രമിച്ചിട്ടും തിരുത്താൻ കഴിയാതെ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചല്ല പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്, ഇത് റബ്ബ് നിഷേധിച്ച കാര്യമാണ്, ഇത് ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പടച്ചോൻ പറഞ്ഞു ഇപ്പൊ കേൾക്കണമെന്നില്ല, അതിപ്പോ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല, അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി എന്നത് അങ്ങനെ ഉണ്ടല്ലേ നമ്മളിൽ പെട്ടത്. നമ്മൾ വിചാരിക്കും ഇല്ല പെർഫെക്റ്റ് ആയി നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാത്തത്. അത് തെറ്റുകൾ സംഭവിക്കാൻ എന്താണ് മനുഷ്യ സഹജമാണ്, മനുഷ്യര് തെറ്റുകൾ പെട്ടുപോകുന്നത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് തന്നെ ഈ ആയത്ത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അപ്പൊ എന്താണ്, അതിപ്പോ എന്താ തെറ്റ്, പഠിച്ചാൻ പറഞ്ഞൊക്കെ ഇപ്പൊ കേൾക്കണമെന്നൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലേ, അവരെ എന്താണ് മനുഷ്യരിൽ നിന്നപ്പെട്ട പിശാചുക്കൾ എന്ന് പറയുന്നത്. പിന്നെ നിര്യാണിക്ക് മേലെ പാന്റ് ധരിക്കുമ്പോൾ തെറ്റാന്ന് പറയുമ്പോൾ ഹിജാബ് ധരിക്കുമ്പോൾ അങ്ങനെ മറച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഇപ്പോ കുറച്ചൊക്കെ നമ്മള് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പോയി കല്യാണങ്ങൾക്ക് ആഘോഷങ്ങളും മറ്റും നമ്മൾ പറയുമല്ലോ, ഇപ്പോ അതൊക്കെ കുറച്ച് ആർഭാടമല്ലേ, അതൊക്കെ പഠിച്ചു നിഷേധമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പാരാപ്പ അതൊക്കെ ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട് പഠിച്ചോനെ തൃപ്തിയില്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവഡ് ആകുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെന്താണ്, അവർക്കത് അറിയുന്നില്ല, അത് തെറ്റാന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉള്ളിട്ട് കൊടുത്തിട്ടില്ല അല്ലെ. പിന്നെ ഇത്തരത്തിലൊക്കെ മോശം സ്വഭാവങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്ന് നമ്മൾ എപ്പോഴും നോക്കണം അല്ലെ. ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ എന്നെ നേരായ വഴിയിലേക്ക് നയിക്കണമെന്ന് എപ്പോഴും നമ്മൾ ഹിദായത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ ഹിദായത്തിലാണ് എന്നുള്ളത്, പക്ഷെ കുറച്ചൊക്കെ എന്തൊക്കെയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അത് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആയത്ത് നമുക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം തന്നത്. അപ്പൊ കൂടുതൽ മനസ്സിലാക്കുവാനും എന്താണ് സത്യം അല്ല സത്യം എന്താണ് തിന്മ എന്താണ് തിരിച്ചുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്ക് എപ്പോഴും നൽകട്ടെ. അതിന് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. അവനെ കണ്ടുമുട്ടുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോട് കൂടി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു നൽകട്ടെ. അപ്പൊ എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? മുനാഫിക്ക് എന്ന് പറയുന്ന ആൾക്കാര് അവര് ഇരുട്ട മുഖമുള്ളവരാണ് അല്ലെ. അവര് വിശ്വാസികളുടെ അടുത്തെത്തുമ്പോൾ എന്ത് പറയും? ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. എന്നാൽ അവരുടെ ടൈപ്പ് ആളുകൾ അടുത്തെത്തുമ്പോൾ എന്ത് പറയും? ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്. മറ്റൊരു ഞങ്ങൾ എന്താണ് കളിയാക്കുക മാത്രമാണ് ചെയ്തത്. അവർക്ക് രണ്ടിടത്തും കംഫർട്ടബിൾ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് അവരിവിടെ ചെല്ലുമ്പോൾ അതും ഇവിടെ ചെല്ലുമ്പോൾ ഇതും പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ ആയത്തിലൂടെ അവർക്ക് നൽകിയ മറുപടി നോക്കല്ലേ. അല്ലാഹു യസ്തഅ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഅയാനിഹിം യഅമഹൂൻ. എന്നാൽ അള്ളാഹു ആവട്ടെ എന്താണ് അവരെ പരിഹസിക്കുകയും അക്രമങ്ങൾ വിഹരിക്കാൻ അവരെ അയച്ചുവിടുകയും മാത്രമാകുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മറുപടിയാണല്ലേ. അവര് വിചാരിക്കുന്നത് എന്താണ്? അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അത് വിശ്വാസികളൊക്കെ വിഡ്ഢികളാണെന്നാണ് ആര് വിചാരിക്കുന്നത്? മുനാഫികൾ വിചാരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല എന്താണ് അവരെ തെറ്റുകളിലേക്ക് അവര് വേണ്ടടുത്ത് പോവട്ടെ, അവരെവിടെ വരെ പോകുന്നു നോക്കട്ടെ. അവർക്ക് തെറ്റുകൾ ചെയ്യാനുള്ള കൂടുതൽ സാഹചര്യങ്ങളും മറ്റും ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? അതൊരു സമയത്ത് അവരെ പിടികൂടും അല്ലെ. ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അള്ളാഹു അവിശ്വാസികളെ പരിഹസിക്കുകയാണ്.
അത് അവർക്ക് എന്താ നീട്ടി കൊടുക്കാണ്. എന്തിന്? അവിടെ ഈ അതിര് കവിയല്. എന്നിട്ട് എന്താണ് അവരെ അതിൽ വേണ്ടുവോളം ഉം, അതിലേക്ക് ആ തെറ്റിലേക്ക് വേണ്ടുവോളം അവർക്ക് വേണ്ടത്ര പോലെ പിന്നെ തോന്നിവാസം കാട്ടി നടക്കാനുള്ള സാഹചര്യങ്ങളും മറ്റു അവസരങ്ങളും അള്ളാഹു ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഖുർആനിൽ പല സ്ഥലങ്ങളും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസികളെ പരിഹസിക്കുന്നതും അള്ളാഹു അവിശ്വാസികളെ പരിഹസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് അല്ലെ? അള്ളാഹു അവരെ പരിഹസിക്കുക മാത്രമല്ല ചെയ്യുക, അള്ളാഹു അവരെ ശിക്ഷിക്കുക കൂടി ചെയ്യും. വിശ്വാസികളെ പരിഹസിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആ പരിഹാസം കേൾക്കാന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിശ്വാസികളുടെ കാര്യം എന്താണ്? അവരെ അള്ളാഹു രണ്ട് ലോകത്തും, ഈ ലോകത്തും പരലോകത്തും അവരെ പരിഹസിക്കുകയും പരലോകത്ത് അവർക്ക് അതിനുള്ള കടുത്ത ശിക്ഷയും ഉണ്ടാവും അല്ലെ? അള്ളാഹു അവരെ വെറുതെ വിടൂല. എല്ലാവരും ചിന്തിക്കുക, നമ്മളും ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റി മറിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അല്ലെ? മറ്റുള്ളവരുടെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, ഭർത്താക്കന്മാരായിരിക്കും, സഹോദരങ്ങളായിരിക്കും, അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു നിഷേധിച്ച കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെയും അവരുടെ ആഘോഷങ്ങളും മറ്റും ഇപ്പൊ ഹിന്ദുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഫ്രണ്ട്സ് ആയിട്ടും മറ്റൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ആഘോഷങ്ങളും മറ്റൊക്കെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ അവരുടെ ആഘോഷങ്ങളും മറ്റും വിഹരിക്കുന്നുണ്ടൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കണില്ല. നമ്മള് മനസ്സുകൊണ്ട് അതിനെ വെറുത്താൽ മതി. അതാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവരുടെ കൂടെ ചേരുന്നുണ്ടോ ഇല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മൾ അവരെന്ത് വിചാരിക്കുന്നു, ഇപ്പൊ അവരെ കൂടെ ഒന്നില്ലെങ്കിൽ അവര് നമ്മളെ വെറുക്കോ എന്നൊക്കെ കരുതിയിട്ട് അള്ളാഹു നിഷേധിച്ച കാര്യങ്ങൾക്ക് കൂടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പരിശോധിക്കണല്ലേ? അത്രക്കാരെ അള്ളാഹു ഈ ലോകത്ത് എന്താണ് ശിക്ഷിക്കും. കാരണം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ ഈമാനിൽ അടിയുറച്ച് നിൽക്കാത്ത ആൾക്കാരെ ഈ ലോകത്ത് അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും അത്ര മോശം സ്വഭാവങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഇതിന് ഉദാഹരണമായിട്ട് മുനാഫിക്കോട് സ്വർഗം കാണിച്ചുകൊണ്ട് അതിനകത്തേക്ക് എന്താണ് പോവാൻ പറയൂലേ? എന്നിട്ട് അതിന്റെ വാതിലിന്റെ അടുത്തെത്തുമ്പോൾ വാതിൽ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടും. അപ്പോ അവര് വിശ്വാസികളെ പരിഹസിച്ചതിന് പകരമായിട്ട് അള്ളാഹു അവരെയും എന്താണ് അവിടെ വെച്ച് പരിഹസിക്കുകയാണ്. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാതിലേക്ക് എത്തുമ്പോ വാതിൽ കൊട്ടിയടക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമാവുമല്ലോ. സത്യത്തിൽ അവരവിടെ കൂടി അങ്ങ് വന്നോളി പറഞ്ഞിട്ട് പിന്നെ വാതിലടക്കപ്പെടുമ്പോ അപ്പൊ എന്താ പഠിച്ചത്? രണ്ട് ലോകത്തും, ഈ ലോകത്തും അതിന് ശിക്ഷയുണ്ട് അവർക്ക്, പരലോകത്തും അതിനുള്ള ശിക്ഷയുണ്ട്. അള്ളാഹു അതിനുള്ള ശിക്ഷയും അവർക്ക് നൽകി അവരെ അപ്പോൾ പരിഹസിക്കും. അപ്പൊ നമ്മള് ഒരു നായയുടെ ഉപമ എടുക്കാല്ലേ? എവിടെ നമ്മള് വാക്കിങ്ങും മറ്റൊക്കെ പോകുമ്പോ നായയെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെ? അപ്പൊ അവിടെ കഴുത്തിൽ കയറിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഒരു തല എന്താ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ട പോലെ അവർ നടന്നോട്ടെന്ന് കരുതിയിട്ട് നമ്മൾ എന്തായാലും കുറച്ച് വിട്ടുകൊടുക്കും. പിന്നെ അവരെല്ലാതെ ദൂരെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കയറൊന്ന് വലിക്കും അല്ലെ? വീണ്ടും അയച്ചു വിട്ടുകൊടുക്കും, വീണ്ടും വലിക്കും. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വിട്ടുകൊടുക്കുക. ഇത്തിരി സ്വാതന്ത്ര്യം അധികം കൊടുക്കും. അതായത് കയറിന്റെ മറ്റേ അറ്റം ആരുടെ കയ്യിലാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ്. സമയം അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങോട്ട് വലിച്ചു പിടിക്കും. എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? അക്രമങ്ങളിൽ വിഹരിക്കണം. അവർക്ക് വേണ്ടത്ര, അവർക്ക് എന്തൊക്കെ അള്ളാഹുവിന്റെ എന്തൊക്കെ അനുസരണം കാണിക്കാൻ പറ്റുമതൊക്കെ അവർ കാണിച്ചോട്ടെ. അവരെവിടെ വരെ പോകുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിഷേധികളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ചില കുട്ടിയോട് നമ്മള് പറഞ്ഞത് കേൾക്കാത്ത കുട്ടിയോട് എന്നാ പോണ പാട്ടിന് പോട്ടെ, എവിടെ വരെ എത്തുന്ന കാണാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലെ? ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അത് ചെയ്യരുത് വരുമ്പോ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കേൾക്കുക, ഒന്ന് പോയി വരട്ടെ, എന്താ സംഭവിക്കുമെന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കൺട്രോൾ മേലുണ്ടാവുമല്ലോ അല്ലെ? അതുപോലെ റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് അവരെ അയച്ചു വിടും. എന്നിട്ട് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവർക്ക് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാൻ അപ്പൊ എന്ത് ചെയ്യും? അവർ അള്ളാഹു സുബ്ഹാനഹു തആല എത്രത്തോളം അനുസരണക്കേട് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം അനുസരണക്കേട് കാണിക്കാൻ ധൃതി കാണിക്കൂലേ? കാരണം അവർ ഇത്രയൊക്കെ ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പലിശ വാങ്ങിയിട്ടും അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാതിരുന്നിട്ടും പിന്നെ സുന്നത്ത് കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടൊന്നും ഇപ്പൊ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ ആ കയറെ നമ്മളങ്ങനെ വിചാരിക്കാം, ഇപ്പൊ ഇനി കുറച്ചും കൂടെ ഒക്കെ ചെയ്യാം, അതിപ്പോ പഠിച്ചതിന് പോകുന്ന വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ധാരണയിലായിരിക്കും അവർ വീണ്ടും വീണ്ടും അത്ര തീരുക. അപ്പൊ ആ കയറങ്ങനെ അള്ളാഹു അയച്ചു വിട്ടു കൊടുത്തിരിക്കുകയാണ്. ശരിക്കും അവർക്ക് എന്താണത് അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലേ ഞാൻ ചെയ്യുന്ന തെറ്റാണത്. എന്റെ പിടികൂടുന്ന സമയത്തുള്ളൂ, എവിടെയെങ്കിലും ചെന്ന് വീഴുമ്പോൾ മാത്രമേ ഉള്ളൂ എന്താ തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. കൂടുതൽ അന്ധതയിലേക്കും അവർ പോകും. സത്യം അസത്യം എന്ത് ചെയ്യും? അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയാതെ വരും. അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് വഴികേടിലായി പോകുന്നതിനെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. 16-ാമത്തെ
ആയത്തിലേക്ക് പോകാം. بالله من الشيطان الرجيم. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. എന്താണ് ഇതിന്റെ അർത്ഥം? സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നവർ, എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാകുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. അല്ലെ? ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം അത് തെരഞ്ഞെടുക്കുന്ന വ്യക്തി ഉറപ്പായിട്ട് എന്ത് ചെയ്യും? വിജയം വരിക്കും. സംശയമില്ല. അല്ലെ? അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്താണ് എവിടെയും വിജയം ഉണ്ടാവും. അല്ലെ? പകരം അവിടെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹു തന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതിനേക്കാൾ കൂടുതൽ വേറെ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്തിനാണ് ശരിക്കും ഒരു ലാഭവുമില്ലാത്ത നഷ്ടപ്പെടുന്ന കച്ചവടത്തിലാണുള്ളത്. എവിടെയെങ്കിലും നമ്മൾ ഹിദായത്ത് കൊടുത്ത് വലാത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ലാഭവുമില്ലാത്ത കച്ചവടത്തിലാണ്. എന്താണ് അസ്റിൽ പറഞ്ഞത്? വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്താണ്? വിശ്വസിക്കുകയും സൽക്കർമ്മ പ്രവർത്തിക്കുകയും സത്യം കൈകൊള്ളാൻ അന്യനും ഉപദേശിക്കും, ക്ഷമ കൈകൊള്ളാൻ അന്യനും ഉപദേശിക്കും ചെയ്യുന്നവരൊഴികെ എല്ലാവരും എന്താണ്? നഷ്ടത്തിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടുതൽ വിഹരിക്കുന്ന എന്താണ്? ശരിക്കും നഷ്ടത്തിലാണ്. മക്കള്, വീട്, സമ്പത്ത്, ഭർത്താവ്, മറ്റ് മറ്റു കാര്യങ്ങൾ, കച്ചവടം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് അള്ളാഹുവിന്റെ അതിന്റെ ഉപദേശം മറ്റു കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നത് എന്താണ്? ശരിക്കും നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അല്ലെ? ശരിക്കും നമ്മളൊക്കെ അതിൽപ്പെട്ടവർ തന്നെയല്ലേ? നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ കാര്യം, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ സാമ്പത്തിക ഭദ്രത, അതിനൊക്കെ വേണ്ടി തന്നെയാണ് എല്ലാവരും ഓടിപ്പായി നടക്കുന്നത്. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം ആവോളം വീട്ടിലെ ഭക്ഷണം, വീട്ടുജോലി, മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ സ്ഥലം. അത്രക്കാരൊക്കെ എന്താണെന്ന് പറഞ്ഞത് ശരി സത്യത്തില് നമ്മുടെ ലാഭമില്ലാത്ത കച്ചവടം ചെയ്യുന്നവരെ പോലെയാണ്. കാരണം നമ്മളെപ്പോഴുള്ള കച്ചവടം നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? പരലോകത്തേക്കാണ് വേണ്ടത്. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ ഇതൊക്കെ എന്താ ഒരു താൽക്കാലിക സുഖാനുഭവങ്ങളാണ്. അല്ലെ? ശരിക്കും നമ്മളിവിടെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പരീക്ഷിക്കപ്പെടുകയാണ്. പരീക്ഷണമാണ്, ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എന്താണ്? ആ പരീക്ഷ നമ്മൾ മരണം വരെ എഴുതിക്കൊണ്ടിരിക്കണം. ആ പരീക്ഷ എഴുതി വിജയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക. അപ്പൊ നമ്മൾ നീറ്റ് എക്സാമും മറ്റൊക്കെ എഴുതി കാത്തിരിക്കുന്ന പോലെ ഇതിപ്പോ ടെസ്റ്റാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മൾ അതൊക്കെ മറന്നിട്ട് നമ്മൾ ദുനിയാവിന്റെ രസങ്ങളിൽ മുഴുകി ദുനിയാവിന്റെ ആവശ്യങ്ങളിൽ പിന്നാലെ ഓടി നമ്മള് പരലോകം മറന്നു പോകുന്നുണ്ട്. അല്ലെ? അപ്പൊ ഈ ഭൂമിയിൽ എന്തെങ്കിലും ലാഭമുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? അന്യോനെ ഉപദേശിക്കുകയും ക്ഷമ കൈകൊള്ളാൻ അന്യോനെ ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ് ശരിക്കും എന്താണ്? വിജയികൾ. അതല്ലാത്തവർക്ക് എന്താണ്? നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അല്ലെ? ഇതല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് നഷ്ടമാണ്. നമ്മുടെ ഓരോ ദിവസം നമ്മളെ പരലോകത്തേക്ക് വേണ്ടി നമ്മള് പ്രിപ്പയർ ചെയ്യണം. അല്ലെ? നമ്മള് ഓരോ ദിവസം എന്നല്ല, ഓരോ സെക്കൻഡുകളിലും നമുക്ക് എത്ര കണ്ട് നമുക്ക് അതിലേക്ക് ഓടി അടുക്കാൻ കഴിയുന്നു അത്ര കൊണ്ട് എവിടേക്കോ നമുക്ക് തിരുത്താണ്ട് അതൊക്കെ തിരുത്തി. അല്ലെ? നമ്മളൊന്നും ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഒരുപാട് ഇനിയും മാറാനുണ്ട്. കാരണം നമുക്ക് ഓരോ ആയത്തുകൾ കിട്ടുമ്പോഴും നമ്മളെപ്പോഴും ഇതുവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവർ കാരണമാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവരാണ് നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടതെന്നുള്ള. പക്ഷെ ശരിക്കും ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും നമ്മളിലാണ് തിരുത്തേണ്ടത് നമുക്ക് ഓരോ ആയത്തുകളും പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലെ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല അതിന് എളുപ്പം നൽകട്ടെ. ആമീൻ. അപ്പോ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് പേരുണ്ടല്ലേ പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ ചുറ്റിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളൊക്കെ അല്ലെ? അവിടെയെല്ലാം രോഗങ്ങളുള്ള എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്ക് സമാധാനം ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്തും മറ്റുമായി ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. അതൊക്കെ അവർക്ക് എളുപ്പവും ആയാസവും നൽകട്ടെ. എല്ലാം പലസ്തീനിലും മറ്റും പ്രയാസം ഒരുപാട് പിഞ്ചു പൈതങ്ങളും ഭക്ഷണത്തിനും മറ്റും വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റുമുണ്ടല്ലേ? എല്ലാവർക്കും അള്ളാഹു ക്ഷമയും സമാധാനം നൽകി അവർക്ക് വേണ്ട പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا الذين آمنوا ربنا إنك رؤوف رحيم ربي أوزعني أن أشكر نعمتك الذي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه أصلي لي في ذريتي إني تبت إليك وإني من المسلمين اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه أنت تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته